കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ അനധികൃത നിയമനത്തിന് നീക്കം. സർവകലാശാലയിലെ ലീഗൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കണ്ണൂർ സ്വദേശി മനീഷ മാധവന് പുനർനിയമനം നൽകാൻ നീക്കം നടക്കുന്നുവെന്നാണ് ആരോപണം. എക്സിക്യൂട്ടീവ് കൗൺസിൽ ചേർന്നാണ് ലീഗൽ അസിസ്റ്റന്റ് തസ്തിക സൃഷ്ടിച്ചത്. UGC അനുമതിയില്ലാത്തതിനാൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചേർന്ന് ലീഗൽ അസിസ്റ്റന്റ് തസ്തിക സൃഷ്ടിച്ചായിരുന്നു മനീഷ മാധവന്റെ നിയമനം. ഔട്ട്സോഴ്സ് ഏജൻസി വഴി നിയമിക്കാമെന്ന വ്യവസ്ഥയിൽ 29,000 രൂപ ലീഗൽ അസിസ്റ്റന്റ് തസ്തികയ്ക്ക് ശമ്പള പരിധിയും നിശ്ചയിച്ചു. പക്ഷേ UGC ചട്ടങ്ങൾ മറികടന്ന് മനീഷ മാധവന്റെ അപേക്ഷ പരിഗണിച്ച് ശമ്പള പരിധി സർവകലാശാല 29,000 നിന്ന് 40,000 ഉയർത്തി. കരാർ കാലാവധി കഴിഞ്ഞിട്ടും മനീഷ മാധവനെ ലീഗൽ അസിസ്റ്റന്റ് തസ്തികയിൽ പുനർനിയമിക്കുന്നുവെന്നാണ് സർവകലാശാലയ്ക്കുള്ളിൽ നിന്നുയർന്ന പരാതി. 2025 ഫെബ്രുവരി 28 മനീഷ മാധവന്റെ ലീഗൽ അസിസ്റ്റന്റ് തസ്തികയിലുള്ള കാലാവധി പൂർത്തിയാക്കി. പക്ഷേ വീണ്ടും മനീഷ മാധവന് നിയമനം നൽകാൻ നീക്കം നടക്കുന്നെന്ന് ഇതിനോടകം ആരോപണമുയർന്നു കഴിഞ്ഞു. ഈ മാസം ആദ്യവാരം കേന്ദ്ര സർവകലാശാലയിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചേരാനിരിക്കെ അതിനു മുൻപ് നിയമനത്തിനുള്ള ശുപാർശ വൈസ് ചാൻസലർക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. എന്നാൽ മനീഷ മാധവന്റെ പുനർനിയമനത്തിൽ സാങ്കേതിക തടസ്സങ്ങളില്ലെന്നാണ് കേന്ദ്ര സർവകലാശാല നൽകുന്ന വിശദീകരണം. ഔട്ട്സോഴ്സ് ഏജൻസി വഴി ജോലി നൽകിയ ഒരാൾക്ക് പുനർനിയമനം നൽകുന്നതിൽ തെറ്റില്ലെന്നും ജോലിഭാരം കണക്കിലെടുത്താണ് ശമ്പള വർധനവ് അനുവദിച്ചതെന്നും സർവകലാശാല ചൂണ്ടിക്കാട്ടുന്നു. അരുൺ പാറയ്ക്കൽ, 24, കാസർഗോഡ്.